കർമ്മനിരതമായ ജീവിതം നയിക്കുന്നവന് കർമ്മത്തോടുള്ള അഭിനിവേശം കൊണ്ട് ഈശ്വരൻ കർമ്മത്തെ സഹായിക്കുന്നവനായി അല്ല വരുന്നതെങ്കിൽ പുറങ്കാലം അടക്കി അടിക്കുകയാണ് ചെയ്യുക, അല്ലാതെ സ്വീകരിച്ചിരുത്തുകയല്ല ചെയ്യുക. ഈശ്വരനെ സ്വീകരിക്കാൻ മനസ്സ് വരണമെങ്കിൽ കർമ്മങ്ങൾ അസ്തമിക്കണം. മനസ്സിലെങ്കിലും മനസ്സിലാവുമോ? മകളുടെ കല്യാണം നടക്കാത്ത ഒരുത്തൻ, മകന് ജോലി കിട്ടാത്ത ഒരുത്തൻ, അയൽവക്കംകാരൻ ഇടയ്ക്കിടയ്ക്ക് അതിർത്തി മാന്തുന്ന നിലയിലുള്ള ഒരുത്തൻ ഈശ്വരനെ ഭജിക്കാൻ പോയാൽ ആ അയൽവക്കംകാരന്റെ തലയിൽ ഇടുത്തി വീഴാനുള്ള ഒരു ഗുണ്ടയെയും, മനസ്സിലായില്ല, അവരുടെ തലയിലേക്ക് ഇടുത്തി വീഴിക്കേണ്ട ഒരു ഗുണ്ടയെയും, മകൾക്ക് കല്യാണം ആലോചിക്കുന്ന ഒരു ദല്ലാളിനെയും, ശരിയല്ല ശരിയല്ല മകന് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനെയും ഒക്കെ ആണ് ഈശ്വരനെ കാണുന്നതും മറ്റേടത്ത് കൊടുക്കുന്നതിനേക്കാൾ തുച്ഛമായ കൈക്കൂലിയാണ് ഇവിടെ കൊടുക്കുന്നത്. അയ്യോ, അതിന് വൈദ്യനായിട്ടാണ് കാണുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു 11 രൂപയായിട്ടാൽ ഒരു ഡോക്ടറുടെ കൺസൾട്ട് ചെയ്യുന്നത് 100 രൂപയാണ്. അവിടെ 11 രൂപയായിട്ടൊരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പറയാണ് എന്റെ കൊച്ചിന്റെ രോഗമൊക്കെ മാറ്റി തന്നായിരുന്നു. ശരിയല്ല, വൈദ്യനായിട്ടാണ് കാണുന്നത്. ഇയാള് പെട്ടെന്ന് ഇത് മാറ്റണം. 50 പൈസ ഒരു തുണിയിലേക്ക് കെട്ടിയിട്ട് കയ്യിലേക്ക് കെട്ടിയിട്ട് ഒറ്റ പ്രാർത്ഥനയാണ് പനി നിൽക്കണേ. ശരിയല്ലേ ശരിയല്ലേ ഇതിന് നിങ്ങൾ മതം മാറിയിട്ടില്ലെന്നേ ഉള്ളൂ. പേര് നാരായണീന്നും ഗോപാലനും ഒക്കെ പണി മത്തായിയുടെയും ചാക്കോയുടെയും ഒക്കെ സമറ്റിക്ക് രീതി. എന്നാ പിന്നെ ഒരു വെന്തിക്കയും കൂടിയിട്ട് അങ്ങോട്ട് പോയാൽ പോരെ? എന്തിനാ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പണി ചെയ്യുന്നത്? ഇവിടുത്തെ പാരമ്പര്യം ഇതല്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ സമറ്റിക് ക്രീഡിനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചരിത്രപരമായി ശരിയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അതിന്റെ ആവിർഭാവവും വികാസവും നിങ്ങളിൽ ഉണ്ടാക്കിയ അസൂയയും കുശുമ്പുമാണ് നിങ്ങളുടെ മതം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടായിട്ടും ഈശ്വര വിശ്വാസം ഉണ്ടായിട്ടും ഒന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവരുടെ ഭൗതിക വളർച്ചയും കൂട്ടായ്മയും ഒക്കെ കാണുമ്പോൾ അത് നമുക്കും ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു അസൂയ. അതല്ലെങ്കിൽ അവനവന്റെ പാരമ്പര്യ പ്രതിഷ്ഠിതമായ അറിവിനെ എത്ര കണ്ട് നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങുന്നു, എത്ര ഗ്രന്ഥം നിങ്ങൾ ആഴത്തിൽ പഠിക്കുന്നു, എത്ര നിങ്ങൾ ഉൾക്കൊള്ളുന്നു, അത് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക. ശരിയല്ല ശരിയല്ല എത്ര പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവും, എത്ര നിങ്ങൾ പഠിക്കും. നിങ്ങൾ പഠിക്കുമോ? നമ്പർ 1. ആരെങ്കിലും ഇതാഴത്തിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഈ 2 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇതാഴത്തിൽ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമയമെല്ലാം മതം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ ഓടുമ്പോൾ മറ്റതിന്റെ പണി തന്നെയല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇതിലാകുന്നത് എന്ന് സൗമ്യമായി ചോദിച്ചു. ചോദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് തെറ്റാണ്. എന്റെ ചോദ്യം അടിസ്ഥാനരഹിതമാണ്. ആണെങ്കിൽ പറയാം. മറിച്ച് ഇവിടെ അത് കൃതകാര്യം, ചെയ്യപ്പെട്ട കാര്യത്തോടുകൂടി കാര്യമൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ഫലമുണ്ട്, ഒരറിവ്. തഥാ അപ്പോൾ കൃതകാര്യം നിരാകാംക്ഷം, ആകാംക്ഷയില്ലാത്തവൻ. എന്തെങ്കിലും കർമ്മം ഇനി ബാക്കിയുണ്ടെങ്കിൽ ആകാംക്ഷ ഉണ്ടാകുന്ന, ആകാംക്ഷയില്ലാത്തവനും ജ്ഞാനാപേക്ഷം, ജ്ഞാനത്തെ അപേക്ഷിക്കുന്നവനും. വേറൊന്നും അപേക്ഷിക്കുന്നില്ല. അഭിഷിക്തനായിരിക്കുന്ന രാമൻ, പട്ടമഹിഷിയായിരിക്കുന്ന സീത, സമീപത്ത് നിൽക്കുന്ന ആഞ്ജനേയൻ, ആ ആഞ്ജനേയന്റെ കഥയായി പറയുന്നത്.
അയാൾ അപ്പോൾ ചെയ്യപ്പെട്ട കാര്യത്തോടു കൂടിയവനും ആകാംക്ഷയില്ലാത്തവനും ജ്ഞാനത്തെ അപേക്ഷിക്കുന്നവനും മഹാമതിയും മഹാബുദ്ധിമാനും. 10-15 ശ്ലോകമുണ്ട് ഈ നമ്പോലൻ ജ്ഞാനിയാണെന്ന് കാണിക്കുന്ന. സംസ്കൃത ഭാഷ ശൂദ്രന് പോലും പഠിക്കാൻ മേലെന്ന് പറയുമ്പോൾ കൊരങ്ങൻ പഠിച്ച് പണ്ഡിതനായിരിക്കുകയാണ്. ചരിത്രകാരന്മാർ അത് കണ്ടില്ല. പുരാണങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമാണ് ശൂദ്രന് അക്ഷര സംയുക്തം ദൂരത പരിവർജയം എന്നൊക്കെ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ച് തെറ്റായ ജനതയെ കൊണ്ടുപോകുന്നതെങ്കിൽ ലോകോത്തരനായ പണ്ഡിതനാണ് ആഞ്ജനേയൻ. അതും രാമായണത്തിൽ തന്നെയാണ് കാണുന്നത്. വൈയാകരണൻ വടു, ഒരു വാക്ക് അവശബ്ദം അതിലുണ്ടാവില്ല. ശിക്ഷാശാസ്ത്രം അതിന്റെ ആഴങ്ങളിൽ പഠിച്ചവനാണ് ആ ആഞ്ജനേയൻ. മഹാമതി, മഹാജ്ഞാനി. പ്രാഞ്ജലിയും അഞ്ജലി ബന്ധത്തോടുകൂടി ബദ്ധാഞ്ജലിയായി കൈകൂപ്പിയവനായി പുരതസ്ഥിതം മുൻഭാഗത്ത് നിൽക്കുന്നവനുമായ രാമൻ, തന്റെ മുൻഭാഗത്ത് നിൽക്കുന്നവനുമായ ഹനുമന്തം, ഹനുമാനെ ദൃഷ്ടുവാ കണ്ടിട്ട് എന്ത് ചെയ്തു നോക്കാം. രാമസീതാമുവാചേദം ബ്രൂഹിതത്വം ഹനുമതേ നിഷ്കൽമഷോയം ജ്ഞാനസ്യ പത്രം നൗ നിത്യഭക്തിമാൻ. രാമ സീതാമുവാചേദം ബ്രൂഹിതത്വം ഹനുമതേ നിഷ്കൽമഷോയം ജ്ഞാനസ്യ പത്രം നൗ നിത്യഭക്തിമാൻ. രാമൻ ആഞ്ജനേയനെ ഇങ്ങനെ കണ്ട രാമൻ സീതയോട് ഇതം ഇതിനെ ഉവാച പറഞ്ഞു. സീതയോട് ഇതിനെ പറഞ്ഞു. സീതയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഹനുമതേ, ഹനുമാനായിക്കൊണ്ട് തത്വം പരമാർത്ഥത്തെ ബ്രൂഹി ഉപദേശിച്ചാലും. അല്ലയോ സീതേ, നീ ഹനുമാനായിക്കൊണ്ട് എന്റെ തത്വത്തെ ഉപദേശിച്ചാലും നിഷ്കന്മഷ അയം ജ്ഞാനസ്യ പാത്രം നൗ നിത്യഭക്തിമാൻ. കന്മഷമില്ലാത്ത ഇവൻ ജ്ഞാനത്തിന് അധികാരിയും നമ്മൾ രണ്ടുപേരുടെ നേരെ ശാശ്വത ഭക്തിയുള്ളവനുമാകുന്നു. സീതേ, എന്നിലും നിന്നിലും എല്ലാ നേരവും ഭക്തിയോടുകൂടിയവനാണ് ഇവൻ. എന്നിൽ മാത്രമല്ല, നിന്നിലും എന്നിലും സകല സമയത്തും ഭക്തിയോടുകൂടിയ ഇവൻ കന്മഷമില്ലാത്തവനാണ്, പാപരഹിതനാണ്. അതാണ് ആത്മജ്ഞാനത്തിനുള്ള അധികാരം. ആരാണ് ആത്മജ്ഞാനത്തിന് അധികാരി? അസൂയയില്ലാത്തവനായിരിക്കണം. അസൂയയില്ലാത്തവനായിരിക്കണം. കലികൽമഷങ്ങൾ ഇല്ലാത്തവനായിരിക്കണം. ഹിംസാലോലുപത്വം ഇല്ലാത്തവനായിരിക്കണം. ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാത്തവനായിരിക്കണം. അവൻ അസുരജന്മമായിരുന്നാലും അവൻ ഭക്തനാണ്. അതാണ് പ്രഹ്ലാദന് കിട്ടിയത്. അവൻ തിരിയ ജീവിതമായാലും ഭക്തനാണ്. അതാണ് മാനുവിന് കിട്ടിയത്. മനുഷ്യന് മാത്രമുള്ളതല്ല ഇത്. ഭക്തിയുടെ തലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹിംസ ഉണ്ടാവരുത്, കളവുണ്ടാവരുത്, സ്തേയം ഉണ്ടാവരുത്. അസ്തേയം, അഹിംസ, ബ്രഹ്മചര്യം, ഇങ്ങനെ കുറെ, അപരിഗ്രഹം, സത്യം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബ്രഹ്മചര്യം എന്ന് കേട്ടതുകൊണ്ട് പേടിക്കണ്ട. പ്രശ്നോപനിഷത്ത് പറയുന്നത് ഗാർഹസ്ഥ്യം ബ്രഹ്മചര്യത്തിനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് വിധിപൂർവം ജീവിക്കണം. മൃഗതൃഷ്ണയിൽ കാട്ടിക്കൂട്ടുന്നതെല്ലാമാണ് ബ്രഹ്മചര്യത്തിന് വിപരീതമായി തീരുന്നത്. അതിന് വിധിയുണ്ട്. ഇത് വളരെ ശ്രദ്ധേയവുമാണ്. അല്ലാതെ വിവാഹം കഴിക്കാതിരുന്നാൽ ബ്രഹ്മചാരിയാണ് വിചാരിക്കേണ്ട. കണ്ണോ മൂക്കോ നാക്കോ ഒക്കെ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് തന്റെ അനുവൃത്തി മാത്രമല്ലാതെ സഞ്ചരിക്കുന്നുവെങ്കിൽ അതൊക്കെ ബ്രഹ്മചര്യ നാശമാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നോട് ബ്രഹ്മചാരിയൊന്നുമല്ല. എന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ആണിതിന്റെ അളവുകൾ, ശരീരമല്ല. അഷ്ടമൈഥുന പ്രക്രിയകളെയും അതിന്റെ തലങ്ങളിൽ അറിയുകയും അതിന് മനസ്സിനെ നിർത്താതിരിക്കുകയും ചെയ്യുന്നതിലേക്ക് മാനവചേതന ഉയരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇവൻ ബ്രഹ്മചാരിയാണ്, വടുവാണ്. അവൻ മഹാജ്ഞാനിയാണ്. ഇവന് എന്നിലും നിന്നിലും സർവനേരങ്ങളിലും ഭക്തിയുണ്ട്. ഇവൻ പാത്രമാണ്, ആത്മജ്ഞാനത്തിന് പാത്രമാണിവൻ. അതുകൊണ്ട് അല്ലയോ സീതയെ, നീ ഇവന് പരമാർത്ഥത്തെ ഉപദേശിച്ചാലും എന്നാണ് രാമൻ സീതയോട് പറഞ്ഞത്. രാമൻ, സീത, മരുത്സൂനു ഈ 3 പേരുടെ സംവാദമാണ് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായി കണ്ടത്. അതില് തന്റെ സമീപത്ത് നിൽക്കുന്ന ആഞ്ജനേയനെ നോക്കി സീതയോട് ആ ഹനുമാനായിക്കൊണ്ട് നിന്നിലും എന്നിലും ഭക്തി നിറഞ്ഞ ശാശ്വത ഭക്തിയുള്ള ആ ആഞ്ജനേയനായിക്കൊണ്ട് നീ പരമാർത്ഥ തത്വത്തെ ഉപദേശിച്ചാലും എന്ന് പറയുന്നു എന്ന ശ്ലോകം വരെയാണ് എടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്. തഥേതി ജാനഹി പ്രാഹ തത്വം രാമസ്യ നിശ്ചിതം ഹനുമതേ പ്രപന്നായ സീതാലോക വിമോഹിനി. തഥേതി ജാനകി പ്രാഹ തത്വം രാമസ്യ നിശ്ചിതം ഹനുമതേ പ്രപന്നായ സീതാലോക വിമോഹിനി. ലോകവിമോഹിനി ജാനകി സീത തഥാ ഇതി രാമസ്യ തത്വം നിശ്ചിതം പ്രപന്നായ ഹനുമതേ പ്രാഹ. പ്രപന്നായ പ്രകർഷേണ പതിച്ച എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വന്ദിച്ചു നിൽക്കുന്ന, ആശ്രയിച്ചു നിൽക്കുന്ന. ആളുകളെ പന്നെന്നൊക്കെ വിളിക്കല്ലേ? പന്നെന്ന് പറഞ്ഞാൽ പതിച്ചവൻ. തിരുവനന്തപുരം പ്രപന്നൻ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പതിച്ചു, നല്ലപോലെ ആശ്രയിച്ച് നമസ്കരിച്ച് നിൽക്കുന്നവർ. ലോകവിമോഹിനി ജാനകി സീത തഥാ ഇതി രാമസ്യ തത്വം നിശ്ചിതം പ്രപന്നായ ഹനുമതേ പ്രാഹ. ലോകത്തെ മോഹിപ്പിക്കുന്ന ജനകപുത്രിയായ സീത, ജാനകി, ജനകന്റെ പുത്രിയായ ജാനകി സീത, ജനകന്റെ മകളായ സീത, വൈദേഹി അപ്രകാരം തന്നെയെന്ന് സമ്മതിച്ചിട്ട്, തഥായിതി രാമൻ പറഞ്ഞ പോലെ തന്നെയെന്ന് സമ്മതിച്ചിട്ട്, രാമസ്യ തത്വം നിശ്ചിതം പ്രപന്നായ ഹനുമതേ പ്രാഹ. രാമന്റെ പരമാർത്ഥത്തെ, രാമന്റെ തത്വത്തെ, ശ്രീരാമ തത്വത്തെ നിശ്ചിതമാകും വണ്ണം, നന്നായി ഉറപ്പാകും വണ്ണം ശരണം പ്രാപിച്ചിരിക്കുന്ന ഹനുമാനെ കൊണ്ട്, ഹനുമാനായിക്കൊണ്ട്, അതിൽ വിശദീകരിക്കാനൊന്നുമില്ല. സീത ഉവാച, സീത പറഞ്ഞു, രാമം വിദ്ധി പരബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സദാമാത്രമഗോചരം ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം മാം വിദ്ധി മൂലപ്രകൃതിം സർഗസ്ഥിത്യന്തകാരിണീം തസ്യ സന്നിധി മാത്രേണ സൃജാമി തമതന്ത്രിത. തൽസന്നിധ്യന്മയാ സൃഷ്ടം തസ്മിന്നാരോപ്യതേ ബുധൈഃ അയോധ്യാനഗരേ ജന്മ
രഘുവംശേതി നിർമ്മലേ വിശ്വാമിത്ര സഹായത്വം മഖ സംരക്ഷണം തഥാ അഹല്യാ ശാപശമനം ചാപഭംഗോ മഹേഷിതു ദണ്ഡകാരൻ മൽപാണിഗ്രഹണം പശ്ചാത് ഭാർഗവസ്യ മദക്ഷയ അയോധ്യാനഗരേ വാസോ മയാ 12 വാർഷികഃ ദണ്ഡകാരണ്യഗമനം വിരാധവദേവ ച മായാമാരീചമരണം മായാ സീതാഹൃതിസ്തദാ ജടായുഷോ മോക്ഷലാഭ കബന്ധസ്യ തദൈവ ച ശബര്യാപൂജനം പശ്ചാത് സുഗ്രീവേണ സമാഗമഃ ബാലിനശ്ച വധഃ പശ്ചാത് സീതാന്വേഷണമേവ ച സേതുബന്ധശ്ച ജലദൗ ലങ്കായാശ്ച നിരോധനം രാവണസ്യ വധോ യുദ്ധേ സപുത്രസ്യ ദുരാത്മനഃ വിഭീഷണേ രാജ്യദാനം പുഷ്പകേണ മയാ സഹ അയോധ്യാഗമനം പശ്ചാത് രാജ്യേ രാമാഭിഷേചനം ഏവമാദീനി കർമാണി മയൈവാചരിതാന്യപി ആരോപയന്തി രാമേസ്മിൻ നിർവികാരോ അഖിലാത്മനി തതോ രാമ സ്വയം ഹനുമന്തമുപസ്ഥിതം ശൃണുതത്വം പ്രവക്ഷ്യാമി ആത്മാനാത്മപരാത്മനാം. രാമോ ന ഗച്ഛതി ന തിഷ്ഠതി നാനുശോചത്യാംശതേ തജതിനോ ന കരോതി കിഞ്ചിത് ആനന്ദമുക്തിരജരപരിണാമഹീനോ മായാഗുണാനനുഗതോ ഹി തഥാ വിഭാതി. ഇത്രയും ശ്ലോകം സീത പറയുന്നതാണ്. അത് ലാസ്റ്റ് പറഞ്ഞ ശ്ലോകം സീത പറയുന്നതല്ല, രാമൻ പറഞ്ഞു എന്ന് പറയുന്നതാണ്. ഇത്രയാണ് സീത ആഞ്ജനേയനോട് പറഞ്ഞത്. ആഞ്ജനേയനോട് സീത പറഞ്ഞത് രാമായണം മുഴുവനാണ്. അത് ആദ്യം ഒന്ന് പറയുകയാണ്. രാമായണ കഥയെ മുഴുവൻ സംക്ഷിപ്ത രൂപത്തിൽ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. രാമന്റെ, അതായത് രഘുവംശത്തില് അയോധ്യാനഗരിയില് ദശരഥപുത്രനായി ജനിച്ചതും വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കുവാൻ പോയതും അവിടെ താടക മുതലായവരെ വധിച്ചതും എല്ലാം സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അഹല്യയ്ക്ക് മോക്ഷം നൽകിയതും സീതാ സ്വയംവരവും പരശുരാമനോട് ഏറ്റുമുട്ടിയതും രാജ്യത്തെത്തിയതും വനവാസത്തിന് പോയതും അവിടെ ഉണ്ടായ ഇടപാടുകൾ മിക്കവാറും എല്ലാം തോന്നുമാറ് ഇടയ്ക്കുന്ന് സൂചിപ്പിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കബന്ധഗതി, അത് വിരാധവധം, അതുപോലെ തന്നെ ജടായുവിന്റെ മോക്ഷം, ശബരി സംഗമം, മാരീചാഗമനം, എല്ലാം സുഗ്രീവ സഖ്യം, ബാലിവധം, തന്നെ സീതാന്വേഷണം, സമുദ്രതരണം, ലങ്കാദഹനം, രാവണവധം, വിഭീഷണാഭിഷേകം, പുഷ്പകത്തിൽ കരേറി തിരിച്ചെത്തിയ അഭിഷേകം, ഇവിടം വരെയുള്ള മുഴുവൻ കഥയും വളരെ ലഘുവായി വർണ്ണിച്ചു. ഇത് മുഴുവൻ വർണ്ണിച്ചിട്ട് ഇതൊന്നും രാമന്റെ കർമ്മമല്ലെന്നാണ് സീത. ഇത് മുഴുവൻ അജ്ഞാനികളുടെ കൽപ്പന മാത്രമാണ്. രാമായണ ആരംഭത്തില് രാമായണം ഒരാൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തരത്തിലും തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് മഹർഷി സാക്ഷാൽ പരമേശ്വരനെ കൊണ്ട് പാർവതിയോട് സീതാമരുത് സംവാദത്തിലൂടെ സീതയെ കൊണ്ട് വ്യക്തമായി പറയിപ്പിക്കുന്നതാണ്. ഒന്നും നടന്നില്ല. ഇത്രയും ബേസിക് ആയിട്ട് പഠിച്ചിട്ട് രാമായണം വായിച്ച ഒരാൾ ബാലിയെ കൊന്നില്ലേ, ശംഭൂകനെ വധിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ വ്യക്തിയാണ്.
അപ്പൊ ഇത് വായിക്കാതെയും പഠിക്കാതെയുമാണ് രാമായണ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുള്ള ചിത്രകഥകളും പഠനങ്ങളും കാര്യങ്ങളുമെല്ലാം. ശംഭൂകവധം നിർവഹിച്ചില്ലേ, അതുപോലെ തന്നെ ബാലിവധം നിർവഹിച്ചില്ലേ, രാമൻ അത് ചെയ്തില്ലേ, രാമൻ ഇത് ചെയ്തില്ലേ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ രാമായണത്തെ അറിയാത്തവരാണ് ബേസിക്കായിട്ട്. ഇനി അതേ രാമൻ ചരിത്രപുരുഷനാണെന്നുള്ള മട്ടില് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അതിനേക്കാൾ വിഡ്ഢികളാണ്. ഈ രണ്ടു കൂട്ടരല്ലാതെ രാമതത്വത്തിലേക്ക് പോകുന്നവർ ആരും തന്നെ നിലവിലില്ല എന്നുള്ളതാണ് വസ്തു. വർണ്ണാശ്രമ ആചാരധർമ്മങ്ങളിൽ ഒരിടത്തു പോലും യഥാർത്ഥമായ രാമായണ തന്തുവിനെ പഠിക്കാൻ ശ്രമിക്കുന്ന അതിനാഗ്രഹമുള്ളവർ പോലുമില്ല. ശരാശരി മനുഷ്യൻ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് മുഴുവൻ. നിഷേധിച്ചത് മുഴുവൻ രാമചരിതമാണ്. രാമചരിതം നിഷേധിക്കുമ്പോൾ അതിലൂടെ തന്നെയാണ് പഠിതാക്കൾ കടന്നുപോകുന്നത്. കോളേജിലും സ്കൂളിലും ഒക്കെ ഇതിന്റെ ഇടയിൽ നടത്തിയെടുത്ത് പഠിപ്പിക്കുമ്പോൾ അതിന് ചരിത്രാംശമാണെന്നുള്ള മട്ടിലാണ് പഠിപ്പിക്കുന്നത്. രാമായണം ചരിത്രമല്ല എന്ന് 100% ബോധ്യപ്പെടുത്തുന്നതാണ് സീതയുടെ വാക്കുകൾ. നോക്കാം ഓരോന്നായി. രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സതാമത്രമഗോചരം. രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സതാമത്രമഗോചരം. രാമം സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്താമാത്രമഗോചരം പരബ്രഹ്മം വിദ്ധി. വളരെ എളുപ്പത്തിലാണ്. സത്ത്, ചിത്ത്, ആനന്ദം. രണ്ടാമതൊന്നില്ലാത്തത്. സർവ ഉപാധി രഹിതം, സർവ ഉപാധികളിൽ നിന്നും വേറിടും. സത്താമാത്രം, പൊരുള് മാത്രമായത്. അഗോചരം, ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയീകരിക്കാൻ പറ്റാത്തത്. പരംബ്രഹ്മം, അതാണ് രാമൻ എന്ന് ആദ്യം അറിയുക. ഇതറിഞ്ഞിട്ട് മതി രാമായണം തുറക്കാൻ. രാമായണത്തിന് മുമ്പേ പഠിപ്പിക്കുന്നതാണ്. ആര് ഇങ്ങനെ പഠിക്കും? നമ്മൾ ഒട്ടേറെ രാമായണങ്ങളും രാമായണ വ്യാഖ്യാനങ്ങളും ഒട്ടേറെ പഠനങ്ങളും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ രാമായണം പഠിക്കാൻ ആദ്യം കൊടുത്തിരിക്കുന്ന സൂചികകൾ ഉപയോഗിച്ച്, അതിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, ഇത്രയും കാലമായി ഈ പുസ്തകം വായിച്ച്, ഞാൻ നിങ്ങളും ഒക്കെ ഈ പുസ്തകം വായിക്കുന്നതാണ്, ഈ മാനദണ്ഡത്തിലൂടെ ഒരു വായനയൊന്ന് പൂർത്തിയാക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? വേറെ ഒരു പണിയും നോക്കണ്ട. ഇത് പുറത്തുനിന്ന് ആരും ഒന്ന് എഴുതി പിടിപ്പിച്ചതല്ല, വ്യാഖ്യാനമല്ല. രാമായണം തുറക്കാനുള്ള താക്കോൽ ഇതാണ്. ഈ താക്കോലിലല്ലാതെ വേറെ ഏതിലൂടെ തുറന്നാലും കിട്ടുന്നത് രാമായണമല്ല. രാമായണത്തിലേക്ക് കടന്നു പോകുന്നത് സാധകൻ രാമനിലേക്ക്, ബ്രഹ്മത്തിലേക്ക് നടത്തുന്ന രാമായണ യാത്രയാണ് രാമായണമെന്ന് പ്രസ്പഷ്ടമായി ബ്രഹ്മാണ്ഡ പുരാണം പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രാമായണ മാഹാത്മ്യത്തിൽ ബ്രഹ്മാണ്ഡ പുരാണകാരൻ ബ്രഹ്മാണ്ഡ പുരാണം 61-ാം അധ്യായത്തിൽ സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞു. രാമായണത്തിന്റെ അർത്ഥം രാമന്റെ യാത്രയല്ല, സീതയുടെ യാത്രയുമല്ല. ഈ രണ്ടു വഴിക്കും അതിന്റെ പൂർവപക്ഷത്തെ വെച്ച് വ്യാഖ്യാനിക്കാം. അത് പൂർവപക്ഷമാണ്, സിദ്ധാന്തപക്ഷമല്ല. സൈദ്ധാന്തികമായ രാമായണം ഈ പൂർവപക്ഷങ്ങളെ മുഴുവൻ രാമന്റെ അയനമെന്നും രാമയുടെ അയനമെന്നും
ഒക്കെ പറയുന്ന അയനങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് സാധകന്റെ രാമനിലേക്കുള്ള അയനമാണ് രാമായണം. അത് മാത്രമാണ് രാമനിലേക്കുള്ള യാത്ര എന്ന് സ്പഷ്ടമായി പുരാണം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മാണ്ഡ പുരാണം 61-ാം അധ്യായം അത് നമ്മൾ കണ്ടു. ഇവിടെ ആ രാമൻ എന്താണെന്ന് സ്പഷ്ടമായി സീത പഠിപ്പിക്കുകയാണ്. താൻ തന്നെയാണ് ദശരഥപുത്രനായി വന്ന രാമന്റെ വരവിനും യാഗരക്ഷയ്ക്കും സുബാഹുമാരീച വധത്തിനും താടക വധത്തിനും സ്വയംവരത്തിനും പരശുരാമനോട് ഏറ്റുമുട്ടുന്നതിനും രാജ്യത്തെത്തി നഗരപ്രദക്ഷിണത്തിനും രാജ്യാഭിഷേക വിഘ്നത്തിനും വനവാസത്തിനും കബന്ധഗതിക്കും വിരാധവധത്തിനും ശൂർപ്പണഖയുടെ മൂക്കുമുലകളും അരിയുന്നതിനും ശബരിയാശ്രമത്തിൽ പ്രവേശിക്കുന്നതിനും സുഗ്രീവ സഖ്യത്തിനും സീതാ അന്വേഷണത്തിനും ലങ്കാദഹനത്തിനും വിഭീഷണ അഭിഷേകത്തിനും സ്വരാജ്യ അഭിഷേകത്തിനും സീതാ പരിത്യാഗത്തിനും ഈ കർമ്മങ്ങളെല്ലാം താനാണ് നിർവഹിച്ചത് എങ്കിൽ സീതയ്ക്ക് യാതൊരു പരിഭൂതിയും ഉണ്ടാവില്ല. കാരണം വാൽമീകിയാശ്രമത്തിലേക്ക് പോകുന്നതുമെല്ലാം സീതയാണ്, സീത തെരഞ്ഞെടുത്തതാണ്. ഇതിലൊരു കർമ്മം പോലും രാമൻ ചെയ്തതല്ല. ഇതാണ് സത്യമെങ്കിൽ സത്താമാത്രനും കൂടസ്ഥനും കേവലനും സർവോപാധി വിനിർമുക്തനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയീകരിക്കാൻ പറ്റാതിരിക്കുന്നവനുമായ പരബ്രഹ്മം തന്നെയാണ് രാമനെന്ന് അറിഞ്ഞു വേണം രാമായണ കഥയിലേക്ക് പ്രവേശിക്കാൻ. സകല സംശയങ്ങളും ആദ്യമേ തന്നെ ദൂരീകരിച്ചിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ഒന്നുകിൽ വായനക്കാരൻ വിവരമില്ലാത്തവനാണ്, അല്ലെങ്കിൽ വായനക്കാരൻ ശ്രദ്ധയില്ലാത്തവനാണ്, അതുമല്ലെങ്കിൽ ഇത് വായിച്ചിട്ടും ഏതിനെയൊക്കെയോ എതിർക്കണമെന്ന ദുഷ്ടബുദ്ധിയുള്ളവരാണ്. ഇതിലേതായി നിങ്ങൾ ആലോചിച്ചിട്ട് വായിച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞു നിങ്ങളുടെ കുരട്ട് ബുദ്ധിയിൽ ഇനിയും നിങ്ങൾ ഒരുപാട് ഗവേഷണം ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഈ ഗ്രന്ഥത്തിനുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ഇതിൽ നിന്നൊരു സാധന വളർത്തിയെടുത്ത് വളരാൻ, ഒരു മന്ത്രരാമായണത്തിലേക്ക് വികസിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് രാമായണത്തിന്റെ കുറ്റമല്ല, ഋഷിയുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം. ഇതിന് സ്വയം രക്ഷപ്പെടുന്ന ഒരു തന്ത്രമുണ്ട്. അവസാനത്തെ വെടിക്കെട്ട് തന്ത്രമാണ്. ഇങ്ങനെയൊന്നും ആരും പഠിപ്പിച്ചു തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എത്ര പേരെ ഞങ്ങൾ ചുമന്നു, എത്ര ക്ലാസ് കേട്ടു. അതാണ് ഇനി ചില വില്ലന്മാരുടെ ഞാൻ പറഞ്ഞു ആ വലിയ നമ്പരാണ്. ഒരു തിരിച്ചറിവിലേക്ക് ഉയരണ്ട. ഇതേ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. പദങ്ങൾ വെറുതെ എടുത്ത് ഏത് രാമായണ പുസ്തകം എടുത്ത് അന്വയിച്ചാലും അർത്ഥം പറഞ്ഞാലും, ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് അർത്ഥം എടുത്തെഴുതിയതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം. അതിലൊന്നും തന്നെ അർത്ഥം പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കൊണ്ടുവന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. അല്ലേ അല്ലേ അത് ആരുടെ പുസ്തകം ആണോ? നിങ്ങള് സ്വന്തം പേരില്ല, ഈ ബാലകാണ്ഡമൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോ അത്
എഴുതി നിങ്ങൾ എഴുതുന്നുണ്ട്. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ആണെന്ന് അദ്ദേഹം പറയുന്നു. ആവാം, അല്ലാതിരിക്കാം. അപ്പോ ആ എഴുത്ത് നിങ്ങൾ വായിച്ചാലും അതിലും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിയല്ല? പിന്നെ ഇത് പഠിപ്പിച്ചില്ല എന്നെങ്ങനെയാ പറയുന്നത്? തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം എടുത്ത് മലയാളത്തിൽ വായിച്ചാലും ഇത് തന്നെ അത് അതേപടി അത് ഗംഭീരമായിട്ട് സാഹിത്യ രൂപത്തിൽ നമ്മൾ ആസ്വദിച്ചതായിരിക്കും. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ട് തെളിഞ്ഞു ദേവൻ ജഗതെ. ആദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരിൽ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യ അളവ് കഴിഞ്ഞു. നായകൻ പങ്കജ വിലോചനൻ നിൽക്കുന്നത് നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദ വിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിൽ അമ്മാറ് ഭക്തിയ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ട് സീതയോട് അരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ, നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ. തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ, തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ഒരാശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനുവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ, ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടൂ. വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ. മറ്റേ ശ്ലോകത്തിൽ ഇത്രയില്ല. എഴുത്തച്ഛൻ അവിടെ സംഗ്രഹിക്കുകയല്ലേ ഇത്, വിസ്തരിക്കുകയത്. ശ്രീരാമദേവൻ ഏവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. അതൊന്നും മൂലത്തിലുള്ളതല്ല. ശ്രീരാമ ഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി വിനിർമുക്തം. ശ്ലോകം അതേപടി. സർവോപാധി വിനിർമുക്തം, സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. ശ്ലോകം. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമദേവനെന്നറിഞ്ഞാലും നീ. സർവകാരണം സർവവ്യാപിനം സർവസാക്ഷിണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതിടു. എന്നോട് പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നതൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന അബുധജനം എന്നാണെ കുഴപ്പമില്ല. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തെറ്റാണ്. ഒന്നുകിൽ അബുധജനം, അല്ലെങ്കിൽ ആക്കിയിടുന്നു മൂഢജനം. മൂഢജനം വിവരക്കട, ശുദ്ധ വിവരക്കട എല്ലാം ഇപ്പോഴത്തെ പുതിയ രാമായണ പ്രിന്റിങ്ങിലെല്ലാം ഈ തെറ്റാണ്. അത് പഴയതിൽ അബുധജനമുണ്ട്, മൂഢജനമുണ്ട്. പുതുതല്ല. പുതിയ സംശോധകന്മാരെല്ലാം സംശോധിച്ചിട്ട്, കാരണം ഇന്ത്യൻ പീനൽ കോഡ് പഠിച്ച് തർജ്ജമ ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ ഷർട്ടെടുത്തിട്ടുകൊണ്ട് പോയി വേറൊരുത്തൻ കൊലപാതകം ചെയ്താൽ നിങ്ങളെയാണ് പ്രതിയായിട്ട് പിടിക്കുകയും തൂക്കുന്നത്, മറ്റവൻ രക്ഷപ്പെടും. അതുപോലെയാണ്. കാരണം അവനെ പണ്ഡിതനാണെന്നാണ്. അതാണ് ഇന്നത്തെ പാണ്ഡിത്യം. അതുകൊണ്ട് പറ്റുന്നതാണ്. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ, അടുക്കോടെ പറയുന്നത്, ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം വൃദ്ധയായ എടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോകേന ബുക്ക് യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കല്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായിക്കൊണ്ട് പോകുന്നേരം ഗൗതമപത്നിയായ ഒരു അഹല്യ ശാപം തീർത്ത് പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച് ആദരപൂർവ്വം മിഥിലാപുരം അകമ്പുക്ക് മുപ്പുര വൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപ്പാണി ഗ്രഹണവും ചെയ്തു പോരും നേരം മുൽപ്പൂക്ക് തടുത്തു ഒരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപടയോട് അയോധ്യയും പൂക്ക്
ദർപ്പവും അടക്കി വൻപടയോട് അയോധ്യയും ബുക്ക് 12 സംവത്സരം ഇരുന്ന് സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാണത്. മാതാവ് കൈകേയിയും മുടക്കിയത് മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വിത്രാരി പുലംബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയകൾ ചെയ്ത് ഭക്തനം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്ക് കാലത്ത് വിരാധനെ ഖണ്ഡിച്ച് കുംഭോദ്ഭവനാഥിനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ ബുക്കിത് പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകരുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്ത് ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിത് 14,000 പടയോടും കൊന്നിത് 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചെന്നാൽ മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസ വേഷം പൂണ്ട കവന്തൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ട് മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ട മോക്ഷദാനവും ചെയ്ത് ബുക്കിത് പമ്പാതീരം തത്ര കണ്ടിത് നിന്നെ പിന്നെ നിന്നോടും കൂടെ മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്ത് വൃത്രാരി പുത്രനായ ബാലിയെ വധം ചെയ്ത് സീതാന്വേഷണം ചെയ്ത് ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര അമാത്യ വൃദ്ധ്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവം ദശാസിനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്ത് പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോർ എന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്ന അരുളിയിടിനാൻ ജഗന്നാഥൻ യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ്. ഇനി എവിടെയാ മലയാളത്തിലെന്ന് പറയുന്നത്? ഉള്ള ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള കർക്കിടക മാസം മുഴുവൻ ഇത് ആകും തോന്നുന്നത്. പച്ച മലയാളത്തിൽ എഴുതി പിടിച്ച് ഇനി ആരാ ഒന്ന് പഠിപ്പിക്കണ്ടേ? ഞങ്ങൾക്കായി ഇനി ആരും ഒന്ന് പറഞ്ഞില്ലെന്നാ പറയുന്നത്. മലയാളത്തിൽ എനിക്കറിയില്ല. എന്തെങ്കിലും എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ സ്പഷ്ടമായ ഭാഷ രാമായണം. അതിന്റെ മൂലം അതിന്റെ എല്ലാ ഭാഷകളും ഇനി തുളസിദാസന്റെ അടുത്ത് ഏത് ഭാഷയിൽ അധ്യാത്മരാമായണം വിവർത്തനം ചെയ്തിട്ടുണ്ട് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ റൂട്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കല്ലുമൊക്കാൻ പോയത് രാമന്റെയും ദശരഥന്റെയും കുറ്റമാണോ? നിങ്ങളുടെ വിധിയാണ്. ഇനി ഇതൊക്കെ കേട്ടു ഇത് പഠിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ ഇത് ഓർത്തിരിക്കുവോ? നാളിന്റെ പണി മറ്റേ തന്നെ പിന്നല്ലാതെ സത്യതല്ലെന്ന് ആലോചിക്കുക. രാമൻ എന്താണെന്നും രാമൻ ആരാണെന്നും 100% സ്പഷ്ടമായി ശരാശരി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്നുണ്ട്. ഒരിടത്തല്ല. ന്യായവും പറയും. നമ്മ സമൂഹത്തിലല്ലേ ജീവിക്കുന്നു. രാഘവ പ്രാഞ്ജലിപ്രാഹ വാൽമീകിം വിനയാന്വിത വിദുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡഗാന ഗതാവയം ഭവന്തോയതി ജാനന്തി കിം വക്ഷ്യം എത്ര കാരണം എത്ര മേ സുഖവാസായ ഭവേസ്ഥാനം വദസ്വ തത്. സീതയാ സഹിതക്കാലം കിഞ്ചിത് തത്ര നയാമ്യഹം ഇത്യുക്തോ രാഘവേണ അസൗ മുനി സസ്മിതമബ്രവീത്.
ത്വമേവ സർവലോകാനാം നിവാസസ്ഥാനം ഉത്തമം തവാവി സർവഭൂതാനി നിവാസ സദനാനി ഏവം സാധാരണം സ്ഥാനം ഉക്തം തേ രഘുനന്ദന സീതയാ സഹിതസ്യതി വിശേഷം പൃച്ഛതസ്തവ തദ്വക്ഷ്യാമി രഘുശ്രേഷ്ഠ യത്തേ നിയത മന്ദിരം സർവലോകാനാം ഉത്തമം നിവാസസ്ഥാനം സീതയാ നിഹിതസ്യ ഇതി വിശേഷം പൃച്ഛതസ്തവ ശാന്താനാം സമദൃഷ്ടീനാം ആദ്വേഷ്ടॄണാം ച ദന്തുഷു ത്വാമേവ ഭജതാം നിത്യം ഹൃദയം തേ അതിഥിമന്ദിരം ധർമാധർമാൻ പരിത്യജ്യ ത്യാമേവം ഭജതാനിശം സീതയാ സഹതേ രാമം തസ്യ ഹൃത് സുഖമന്ദിരം ത്വന്മന്ത്ര ജപകോ യസ്തു ത്വാമേവ ശരണം ഗതാ നിർദ്വന്ദ്വോ നിസ്പൃതസ്തസ്യ ഹൃദയം തേ സുമന്ദിരം നിരഹങ്കാരിണ ശാന്ത യേ രാഗദ്വേഷ വർജിതാഃ സമലോഷ്ടാശ്മക കനകാസ്തേഷാം തേ ഹൃദയം ഗൃഹം ത്വയി ദത്ത മനോബുദ്ധി സന്തുഷ്ട സദാ ഭവേത് ത്വയി സത്യക്തകർമ്മ യസ്തൻ മനസ്സേ ശുഭം ഗൃഹം യോ ന ദ്വേഷ്ടി അപ്രിയം പ്രാപ്യ പ്രിയം പ്രാപ്യ ന ഹൃഷ്യതി സർവം മായേതി നിശ്ചിത്യ ത്വാം ഭജേത് തന്മനോഗൃഹം. ഇങ്ങനെ വാൽമീകി പറയുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനിയും എത്രയോ വേണ്ടേ? രാവണൻ പറയുന്നു. രാവണൻ പറയുന്നുണ്ട് രാമൻ ഇതാണ്. വാൽമീകി പറയുന്നുണ്ട് രാമൻ ഇതാണ്. ഇനി ആരുടെയൊക്കെ കണ്ടിട്ട് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് താര പറയുന്നു. ബാലിവധം കഴിഞ്ഞ് താരാസ്തുതി എന്ന് പറഞ്ഞൊരു സാധനമാണ്. താര പറയുന്നു. താരയ്ക്ക് ആക്ഷേപമില്ല ബാലിവധത്തിൽ. താരയ്ക്ക് ആക്ഷേപമില്ല. രാമായണം ഒരാവർത്തി വായിച്ചിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളുടെ വിമൻസ് ലിബറേഷൻ കാണും. നിങ്ങൾ ഒക്കെ എവിടുന്നാണ് ഈ പുസ്തകം വായിച്ചത്? ഏത് പുസ്തകത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇത് വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ പറയുന്ന രാമായണം ഭാരതീയ സാഹിത്യത്തിൽപ്പെട്ട ഇതിഹാസമായ രാമായണമല്ല, നിങ്ങളുടെ രാമായണമാണ്. സാഹിത്യകാരന്മാരും വിമൻസ് ലിബറേഷനും ഒക്കെ പറയുന്ന രാമായണം ഒന്നും വാൽമീകിയോ വ്യാസനോ എഴുതി വെച്ച രാമായണമല്ല. അതിനകത്തെ കാര്യമാണെങ്കിൽ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട്, മറ്റൊരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരുവന് വായനയ്ക്കുള്ളൊരു മാനദണ്ഡം ആദ്യം തന്നിട്ട് ഋജുവായ ഒരു മാർഗത്തിൽ സത്യസങ്കല്പനായ സാധകൻ തത്വപ്രതിബോധനപരമായ രാമായണത്തെ പഠിക്കുന്നു എങ്കിൽ സംശയങ്ങൾക്കിടമില്ല. അതിന് എഴുത്തച്ഛനെ മുൻനിർത്തിയായാലും വാൽമീകിയെ മുൻനിർത്തിയായാലും വ്യാസനെ മുൻനിർത്തിയായാലും തുളസീദാസനെ മുൻനിർത്തിയായാലും സത്യം ഇതാണ്. പക്ഷെ അതൊന്നും അല്ല നിങ്ങൾ വായിച്ചിരിക്കുന്നത്. ശരിയല്ലെന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു. എന്നിട്ട് എനിക്കും അറിയാൻ രാമായണം. അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കും. എന്നിട്ട് അവസാനം ഇത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഇതാരെങ്കിലും പറഞ്ഞുതരാൻ വേണ്ടേ? എത്ര ആചാര്യന്മാർ, എത്ര പഠനങ്ങൾ, എത്ര സ്ഥലത്ത് ഞങ്ങൾ പോയി, എത്ര സ്ഥലത്തിരുന്നു, ഇത് ആദ്യം കേൾക്കുക. ഇതിനു മുമ്പ് എത്രയോ ആളുകൾ എഴുതി വെച്ചിരിക്കുന്നു സുന്ദരമായ മലയാളത്തിൽ. വായിക്കാൻ അറിയണ്ടേ? കാളമൂത്രം പോലെ എല്ലാ കർക്കിടമാസത്തിലും വായിക്കുന്നുണ്ടല്ലോ. മറ്റൊരു ധാരണയും കൂടിയുണ്ട്. രാമായണം കർക്കിടമാസത്തിൽ വായിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു, പക്ഷെ വായിക്കുമ്പോ ഒന്ന് അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കട്ടെ. മലയാളത്തിലല്ലേ എഴുതിയിരിക്കുന്നു.
അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ വായിക്കുന്ന കേട്ടായിരുന്നു. ഞാനൊരു ഞാനൊരുത്തൻ പോലും ഈ വരെയൊക്കെ കൊല്ലുവാൻ വരെയൊക്കെ കൊല്ലാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. ആ പണിയൊക്കെ നിർത്തിയിട്ട് നേരാവണ്ണം വായിക്കും. തൽക്കാലത്തേക്ക് സ്വല്പം കഴിഞ്ഞിട്ട് ഇവരോട് എത്ര പുസ്തകങ്ങൾ നമ്മൾ കണ്ടു, എത്ര ആചാര്യന്മാരെ കണ്ടു. ഇപ്പോഴല്ലേ ഇത് പഠിക്കാൻ പറ്റിയത്? എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ പുസ്തകം ഒന്ന് വിറ്റ് തീർക്കണം, അപ്പോഴും പഠിക്കാനല്ല. സത്യം എങ്ങനെയാ അസത്യമാണെന്ന് കയ്യിലൊരു വീട്ട് പുസ്തകമുണ്ട്. അത് ഈ നമ്പറിലേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര വായിച്ചു, എത്ര പുസ്തകം വായിച്ചു? ഇത് അതിനകത്തുണ്ടോ? ഇത് പുതിയ സാധനം. എന്ത് പുതുതൊന്നും ആരും പറയുന്നില്ല, എല്ലാം പഴയത് തന്നെ. ഇത് തൽക്കാലം ഒന്ന് വിൽക്കാനാ ഈ നമ്പര്. അത് പൊളിഞ്ഞു അല്ലേ? അറിഞ്ഞോ? കൂട്ടുകറിയുണ്ട്. അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ആ തലം നല്ലപോലെ മനസ്സിലായി. രാമൻ എന്താണ്? ദശരഥപുത്രനാണെന്നതും രഘുവംശ തിലകമാണെന്നതും അതുപോലെ രാമായണ കഥ മുഴുവനും സീത രാമന്റെ പേരിൽ പറയുന്ന ജനങ്ങൾ അജ്ഞാനികളാണെന്നും അതിനെ മുഴുവൻ നിഷേധിച്ചിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. അതിനാദ്യം ധനാത്മകമായി രാമൻ എന്താണെന്ന് പറഞ്ഞു. രാമൻ ദാ ഇതാണ്. എന്തൊക്കെയാണ്? സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദത്തിന് കർമ്മങ്ങളില്ല. അദ്വയമാണ്. രണ്ടാമതൊന്നില്ലാത്തതാണ്. സർവ ഉപാധി വിനിർമുക്തമാണ്. ഉപാധിരഹിതമാണ്. യാതൊരു ഉപാധികളുമുള്ളതല്ല. സത്താ മാത്രമാണ്. അഗോചരമാണ്. ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് വിഷയീഭവിക്കാത്തതാണ്. പരബ്രഹ്മമാണ്. ഇത്രയും ആദ്യം മനസ്സിലാക്കുക. 2, ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം. ശിവനോട് പാർവതി പറഞ്ഞത് ഓർമ്മയുണ്ടാവും? ഇല്ല. എന്തുവാ? മറന്നു. രാമതത്വം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. ശബ്ദം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുമാറ് പറഞ്ഞു തരണം. എനിക്ക് അർത്ഥത്തിലൂടെ ഒന്നും പോകാനുള്ള നേരമില്ല. ശബ്ദം കേട്ടാൽ എന്റെ ഉള്ളില് ഭാവം ഉണ്ടാകണം. ഒരു കൊച്ചു കുഞ്ഞിന് എല്ലാത്തിന്റെ അർത്ഥമൊന്നും അറിയില്ല. പക്ഷേ അമ്മയുടെ സ്പർശനത്തിന്റെയും അമ്മയുടെ ശബ്ദത്തിന്റെയും ഒരു പ്രതീത അവസ്ഥ കൊണ്ട് തന്നെ കുഞ്ഞ് ശാന്തമാവും. കളിക്കാൻ കിടത്തിയിട്ട് പണിയെടുക്കുന്ന അമ്മ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ അമ്മയുടെ ശബ്ദം ഒന്ന് ഉറക്കെ കേട്ടാൽ, ഒരു താരാട്ടിന്റെ ശീലോ ഏതെങ്കിലും ഒരു ശബ്ദമോ കേട്ടാൽ കുഞ്ഞ് അങ്ങോട്ട് നോക്കി ചിരിക്കാൻ തുടങ്ങും. കുഞ്ഞ് വ്യാകരണം പഠിച്ചിട്ടല്ല,
കുഞ്ഞു ഭാഷയിലൂടെ കയറിപ്പോയിട്ടല്ല, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാകുന്ന നിഷ്കപടമായ പച്ചയായ മനുഷ്യത്വം കൊന്നു കളഞ്ഞിട്ടാണ് നിങ്ങൾ ബുദ്ധിജീവികളായത്. അതാ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാത്തത്. മനസ്സിലായില്ല? വിദ്യാഭ്യാസം ആകെ നിങ്ങൾക്ക് തന്നത് അതാണ്. കുഞ്ഞിന് വ്യാകരണം പഠിക്കണ്ട, കാര്യം മനസ്സിലാകാൻ. കുഞ്ഞിന് ബുദ്ധിയായിട്ട് വഴറ്റണ്ട, കാര്യം ഗ്രഹിക്കാൻ. കുഞ്ഞിന് അമ്മയുടെ ഒരു ശബ്ദമാത്രം കൊണ്ട് ശാന്തി ഉണ്ടാവും. മനസ്സിലായില്ല? അതുപോലെ നിഷ്കന്മഷമായി എന്റെ ഹൃദയത്തിലേക്ക് ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാകുമാറ് അല്ലയോ നാഥ എനിക്ക് തത്വത്തെ പറഞ്ഞു തന്നാൽ. ഓർമ്മയില്ല? ഇങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അതാ പ്രധാനം. ലളിത കോമളമായി അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ലാളിത്യം ഉണ്ടാകണം. അതാ നിങ്ങൾ ഉടനെ തലയിൽ വെച്ച് കേട്ടാൽ വലിയ കാര്യമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അതാ രാമ തത്വമാണ് പറഞ്ഞത്, ഗൂഢമാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അതിന്റെ കൂടിയ സാധനങ്ങളിലേക്ക് പോവാണ്. സ്വാമി ചോദിക്കുമ്പോ വളരെ കൂടിയതായിരിക്കും ചോദിക്കുന്നത്. ഇല്ലേ? അപ്പൊ ചെറുതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. പണ്ടൊരുത്തനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, ഇവിടെ വരുന്ന ആളുകളോട് നീ അല്പം ഈസും ചുണയൊക്കെ ആയിട്ട് വർത്തമാനം പറയണം. വലിയ കാര്യങ്ങളിലൊക്കെ നിനക്ക് ബോധമുണ്ടെന്ന് തോന്നണം. എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്, ഭാര്യ വീട്ടുകാർ വരും ചോദിക്കും. അപ്പൊ നീ രോഗത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരല്പം ഗൗരവത്തിലൊക്കെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേരൊക്കെ പറയുമ്പോൾ വലിയ ആളുകളുടെ പേര് പറയണം. കഴിക്കുന്നതൊക്കെ വലിയ സാധനങ്ങളാണെന്ന് പറയണം. ഉടനെ ഭാര്യയുടെ തന്തമെന്ന് ചോദിച്ചു, ആരാ ചികിത്സിക്കുന്ന? കാലൻ. ചിലപ്പം കണക്ക് നീ കേട്ടാ മതി. ഇപ്പൊ രാവിലെ എന്തോ കഴിച്ചത്? ഒലക്ക എന്നൊക്കെ പറയുന്ന പോലെ ഇത് കനം കൂടരുത്. കനം കൂടിയായി ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കനം കുറച്ച് പോയാൽ മതി. ലളിതമായ ഒരു മനസ്സോടുകൂടി പുസ്തകം ചെയ്തത്. നിങ്ങൾ ഇതുവരെ ഒരുപാട് കനപ്പിച്ച് കയറി, അങ്ങനെയാണ് ഒരുപാട് ഗവേഷണം ചെയ്തത്. സാധാരണ മനുഷ്യൻ പച്ചയായി കയറുന്ന പോലെ കയറിയിട്ടൊന്ന് പഠിക്കുക. അപ്പൊ മനസ്സിലാവും. അതിനകത്ത് ലാളിത്യം നോക്കുക. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം. ശബ്ദം കൊണ്ട് തന്നെ അർത്ഥം മനസ്സിലാവോ? അതോ വ്യാഖ്യാനം വേണോ? ശബ്ദം കൊണ്ട് തന്നെ അർത്ഥം മനസ്സിലാവോ ഒരു ശരാശരി മനുഷ്യന്? അപ്പം പാർവതിയുടെ ആഗ്രഹം പോലെ ശിവൻ പറഞ്ഞോ? സീത ആഞ്ജനേയനോട് പറയുന്ന വൃത്താന്തത്തെ ശിവൻ പാർവതിയോട് പറയുമ്പോ ആ സീതാവചനങ്ങൾ വളരെ ലളിതവും വളരെ കോമളവും. ഇവിടെ ഭാഷയൊക്കെ അതീതമാണ്. സംസ്കൃതമാ ഭാഷ. ഒരു പദം പോലും ഇതര ഭാഷയിലുള്ളവർക്ക് മനസ്സിലാവില്ലാത്ത വിധത്തിലല്ല, അത്ര കോമളാകാന്ത പദാവലികളാ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ശയ്യ, അതിന്റെ പാകം ഒക്കെ ഭാഷാശാസ്ത്രം പഠിച്ചവൻ പഠിച്ചു നോക്കേണ്ടതാണ്. വർത്തമാനം എങ്ങനെയാണ് മൃദുവായിത്തീരുന്നത്, എങ്ങനെയാണ് സംസ്കൃതമുണ്ടാകുന്നത്. സംസ്കരിച്ചവന്റെ മനസ്സിന്റെ ഭാഷയാണ് സംസ്കൃതം. അതെങ്ങനെ രൂപപ്പെടുന്നു, അതിന്റെ ലാളിത്യം. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം. എല്ലാ പദവും പരിചിത പദങ്ങളാണ്. സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം. ആനന്ദമൂർത്തിയും രജോഗുണ സംബന്ധ നിമിത്തമുണ്ടാകുന്ന ചലനരൂപമായ മലങ്ങൾ പറ്റാത്തവരും വിക്ഷേപങ്ങളൊന്നും ഉണ്ടാകാത്തവരും ശാന്തം, പ്രപഞ്ച സംബന്ധമില്ലാത്തവനും ശാന്തനും നിർവികാരനും വികാരങ്ങളില്ലാത്തവനും പരിണാമഹീനനായവനും. വികാരമാ പരിണമിപ്പിക്കുന്നത്. ശരീരത്തെ പരിണമിപ്പിക്കുന്നത് വികാരമാണ്.
കോപം, താപം ഇവയൊക്കെ വരുമ്പോഴാണ് ശരീരം വല്ലാതെ പരിണമിക്കുന്നത്. ആ പരിണാമഹീനനായവനും നിരഞ്ജനം അവിദ്യാരൂപമായ തമസില്ലാത്തവനും ആവരണമെന്ന മായ പറ്റിപ്പിടിക്കാത്തവനും സർവവ്യാപിനം എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ആത്മാനം ആത്മാവായിരിക്കുന്നവനും അകൽമഷം പാപരഹിതനും സ്വപ്രകാശം സ്വയമേവ വിളങ്ങുന്നവനുമാകുന്നു രാമനെന്ന് രാമം വിത്തി ധരിക്കുക. രാമൻ ദാ ഇതാണ്. ഇനി സീതയെ പരിചയപ്പെടുത്തുകയാണ് ആഞ്ജനേയൻ. നോക്കാം. മാം വിദ്ധി മൂലപ്രകൃതി സർഗസ്ഥിത്യന്തകാരിണി തസ്യ സന്നിധി മാത്രേണ സൃജാമീതമതന്ത്രിത. മാം വിദ്ധി മൂലപ്രകൃതി സർഗസ്ഥിത്യന്തകാരിണി തസ്യ സന്നിധി മാത്രേണ സൃജാമീതമതന്ത്രിത. മാം എന്നെ സീതയെ